മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്, ഒരുപക്ഷെ കുറച്ച് അഭിമാനത്തോടെയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ചെയ്യുന്നത്. PSC ഏജ് ലിമിറ്റ് ഉയർത്തിയായിരുന്നു, 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉയർത്തി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുടെ സങ്കടങ്ങൾ, പ്രത്യേകിച്ച് 2022 കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പേർക്ക് അന്നത്തെ 10th പ്രിലിംസ് പോലുള്ള പരീക്ഷകൾക്ക് എഴുതാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ അന്ന് അവർക്ക് ആ റിലാക്സേഷൻ കിട്ടാതെ പോയ, അന്ന് സമരം ചെയ്ത കുറേ ആളുകൾക്ക് ഇന്ന് ആശ്വാസം കിട്ടിയിട്ടുണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനുവേണ്ടി ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, നമ്മളെക്കാൾ കഴിയുന്ന തരത്തിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ കണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ അതില് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും വീണ്ടും ഞാനത് പറയുന്നു. അതായത് വാർത്ത എന്താണെന്ന് അറിയാത്തവർക്ക് വീണ്ടും ഒന്ന് പറയാണ്, PSC പരീക്ഷകൾ എഴുതാനുള്ള ഏജ് ലിമിറ്റ് 40 വയസ്സായി ഉയർത്തിയിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40 വയസ്സും, OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, 43 വയസ്സും, SC ST ആണെങ്കിൽ 45 വയസ്സ് വരെ എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ SSC കോവിഡ് കാരണം ഒരു തവണ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്, റെയിൽവേ കോവിഡ് കാരണം ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ PSCയും അങ്ങനെ തന്നെ ചെയ്തേക്കാണ്. പക്ഷേ ഇത് കോവിഡ് കാരണം ഒരു തവണത്തേക്കാണോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അതായത് ഇത് എത്രയാണ് സമയപരിധി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിലവിൽ കഴിഞ്ഞുപോയ നോട്ടിഫിക്കേഷനുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് പരാമർശമില്ല. പക്ഷേ ഓർഡർ ഒക്കെ ഇറങ്ങുമ്പോഴായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരും. അതായത് ഫോഴ്സ് പരീക്ഷകളുടെ ഏജ് ലിമിറ്റ് ഉയർത്തിയോ. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം 2025 ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, VFA, ബിവറേജ് LD, അങ്ങനെ ഒത്തിരി എക്സാംസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇത് ആപ്ലിക്കബിൾ ആണോ ഡീറ്റെയിൽ വന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സൂപ്പർ നോട്ട്സും ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇതിന് ഒരുപാട് വിമർശനങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം ഇറങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വിമർശനങ്ങൾ, കുറെ നെഗറ്റീവുകളൊക്കെ ഇറങ്ങുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇത് കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികളെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തിട്ടുള്ളൊരു തീരുമാനമാണ് എന്നതിൽ സംശയം. തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ താഴെ മേ ബി കമന്റ് വരും, ഇലക്ഷൻ സ്റ്റണ്ട് ആണ്, അല്ലെങ്കിൽ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ നല്ലത് ചെയ്ത് നല്ലതെന്ന് തന്നെ പറയണം. സൂപ്പർ നോട്ട്സ് ഇത് നല്ലതെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിനി നമുക്ക് സംസാരിക്കാനുള്ളത് നിയമനമാണ്. അപ്പൊ നമ്മൾ ഏജ് ലിമിറ്റ് ഉയർത്തി, അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ, അപ്പൊ താഴെ എനിക്ക് തോന്നുന്നു ഏജ് ലിമിറ്റ് താഴെയുള്ള കുട്ടികൾ ഇപ്പൊ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഇനി ഒരുപാട് പേര് വരത്തില്ല, അങ്ങനെ ഒരുപാട് പേരൊന്നും എക്സാം എഴുതാനൊന്നും വരത്തില്ല. ഒരു 5% അത്ര ആൾക്കാർ മാത്രമേ എക്സാം എഴുതാൻ വരത്തുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ അവരൊക്കെ ലൈഫ് സെറ്റിൽ ആയി കാണാം. ഓക്കെ, പക്ഷേ കുറച്ച് ആൾക്കാർ ഇതിന്റെ പുറകെ അവർ പഠിക്കുന്ന, അവരുടെ വിഷമം ബാക്കിയുള്ളതുകൊണ്ട് അവർ ഒരു ചാൻസ് കൂടെ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹം അവർക്കുണ്ട്. അപ്പോൾ അവര് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് വരും. അപ്പോൾ ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചായിരുന്നു. ഞാനൊരു 3 ദിവസം മുമ്പ് സൂപ്പർ നോട്ട്സിന്റെ ഒരു വീഡിയോ പോയിട്ടുണ്ട്, LD ഏജ് ലിമിറ്റ് ഉയർത്തുക അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചക്കകത്ത് ഏജ് ലിമിറ്റ് ഉയർത്താൻ സാധ്യത ഉണ്ടാക്കിയപ്പോൾ അതേപോലെ തന്നെ വന്നു. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. വേറെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ നിലവിൽ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 36 വയസ്സ് വരെയായിരുന്നു അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിന് മുതൽ 40 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ 4 വർഷമാണ് ഏജ് കൂട്ടിയിട്ടുള്ളത്. അതേപോലെ OBC ആണെന്നുണ്ടെങ്കിൽ 39 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നത്. 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഇപ്പോഴെത്രയുണ്ട്, അത് 39 എന്നുള്ളത് 43 ആയിട്ട് കൂടിയിട്ടുണ്ട്. SC ST 45 വയസ്സ് വരെ, അതായത് 41 എന്നുള്ളത് 45 വയസ്സ് വരെ ഉയർത്തിയിട്ടുണ്ട്. ബാക്കി ഫോഴ്സ് അല്ലെങ്കിൽ മറ്റ് ഏജ് വ്യത്യാസമുള്ള കാറ്റഗറികളുടെ കാര്യത്തെ കുറിച്ചൊരു വ്യക്തതയില്ല. അത് മുന്നോട്ട് ഓർഡർ ഇറങ്ങുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാണ്, അത് ഓർഡർ ആയിട്ട് വന്നാൽ അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഗവൺമെന്റ് ചെയ്യുക, അതായത് നിയമനവും കൂടെ ഒന്ന് കൂട്ടാം. തീർച്ചയായിട്ടും. അതായത് LDC റാങ്ക് ലിസ്റ്റ് കിടപ്പുണ്ട്, അപ്പൊ അതേപോലെ തന്നെ LP UP റാങ്ക് ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന എപ്പോഴും സൂപ്പർ നോട്ട്സ് ആയിരിക്കും. നമ്മളായിരിക്കും എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യം. നമ്മളെപ്പോഴും കുട്ടികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു ഫേമാണ്. നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മളിങ്ങനെ നിയമനം നടക്കത്തില്ലെന്ന് പറയുമ്പോൾ പലരും അടുത്തിന് കുട്ടികൾ വരത്തില്ല, അഡ്മിഷൻസ് കുറയും, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും പലരും വന്ന് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഒരു നീഡുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഞാൻ അഭിനന്ദിക്കുന്നു. അതായത് ഇതിനൊരു സംഘടന ഉണ്ടായി, അവരൊരു പ്രസ് കോൺഫറൻസ് നടത്തി, എല്ലാ മിനിസ്റ്റർമാരെയും അവർ പോയി കണ്ടു, എല്ലാ MLA മാരെയും പോയി കണ്ടു. മാത്രമല്ല അവരുടെ സങ്കടാവസ്ഥയെല്ലാം ഓരോരുത്തരായിട്ട് അവർ അറിയിച്ചു. ആ ഒരു ടീമിനെ ഒരു വലിയ പ്രവർത്തനം അതിന്റെ പിറകിലുണ്ട്. അവരെ കൂടെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മെയിനായിട്ട് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പ്രായപരിധി ഉയർത്തുന്നതിന് വേണ്ടി ഞങ്ങളാൽ കഴിയും വിധം പ്രയത്നിച്ചതുപോലെ തന്നെ അഡ്വൈസുകളുടെ എണ്ണം കൂടുന്നതിലും തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, എഫോർട്ട് ഇടുന്നുണ്ടാവും. കാരണം അത് ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ അതിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.